അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂന്നാമത്തെ യൂണിറ്റായ തൻസീഖുൽ മുസ്തനിദാത്ത് ഡോക്യുമെൻ്റ് ഫോർമാറ്റിംഗ് ആണ്. ഇതിൽ നമുക്ക് 3 ഫസലുകളാണുള്ളത്. ഒന്ന് തൻസീഖ് സഫാത്ത്, പേജ് ലേ ഔട്ട് അല്ലെങ്കിൽ പേജ് ഫോർമാറ്റിംഗ് എന്ന് പറയാം. രണ്ടാമത്തേത് അൽ അൻമാത്ത് വ ജദ്വലുൽ മുഹ്തവിയാത്ത്. രണ്ടാമത്തേത് സ്റ്റൈൽസ്, അതുപോലെ തന്നെ ടേബിൾ കണ്ടൻറ്റ്. നമ്മൾ ഇൻഡെക്സ് കൊടുക്കുമല്ലോ, ഒരു ബുക്കിന് ഇൻഡെക്സ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഒരു വലിയ പ്രോജക്റ്റ് ചെയ്യുമ്പം അതിനൊരു മുഹ്തവിയാത്തിൻ്റെ ഒരു പേജ് ഉണ്ടാവും അല്ലെ, അതിൽ ഏതൊക്കെ കണ്ടൻറ്റുകൾ ഏതൊക്കെ പേജിലുണ്ട് എന്ന് നമുക്കൊരു സൂചന കിട്ടുന്നൊരു ഇൻഡെക്സ് ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് വേർഡിൽ കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫസലിൽ പഠിക്കുന്നത്. മൂന്നാമത്തേത് അൽ മറാജ് വൽ ഇക്തിബാസാത്ത്, അതിൻ്റെ സൈറ്റേഷൻസ് അതുപോലെ റെഫറൻസ് ഒക്കെ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പഠിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ ഒന്നാമത്തെ ഫസലിൻ്റേത് പഠിക്കാം. അൽ ഫസലുൽ അവ്വൽ തൻസീഖ് الصفحات. تنسيق الصفحة في برنامج مايكروسوفت وورد مهارة أساسية لإعداد مستندات احترافية ومنظمة. മൈക്രോസോഫ്റ്റ് വേർഡിലെ പേജ് ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ പേജ് ലേ ഔട്ടിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് അതൊരു ബേസിക് ആയിട്ടുള്ള മഹാറത്തുൻ അസാസിയ, ഒരു ബേസിക് സ്കില്ലാണ്. എന്തിനുള്ളത്? ലിഅദാദി മുസ്തനിദാത്തിൻ ഇഹ്തിറാഫിയ മുനല്ലമ, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വളരെ ബേസിക് ആയിട്ടുള്ള സ്കില്ലാണ് മൈക്രോസോഫ്റ്റ് വേർഡിലെ ഈ പേജ് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ. സവാ എനിക്കാன തഖാരിർ, അത് റിപ്പോർട്ടുകളാവാം, അബ്ഹാസ് റിസർച്ചുകളാവാം, മുസ്തനിദാത്തിൻ ഷഖ്സിയ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പേഴ്സണൽ ഡോക്യുമെൻറ്റുകളാവാം. ഏതായിരുന്നാലും അതിന് ഒരു ഓർഗനൈസ്ഡ് ആക്കാൻ അല്ലെങ്കിൽ ഒരു എല്ലാവർക്കും ഒരു അട്രാക്റ്റീവായ, പെട്ടെന്ന് കണ്ടാൽ വായിക്കാൻ തോന്നുന്ന രൂപത്തിലുള്ള ഒരു പ്രൊഫഷണൽ ടച്ചുള്ള ഒരു ഡോക്യുമെൻ്റ് ആക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു ബേസിക് സ്കില്ലാണ് പേജ് ഫോർമാറ്റിംഗ് എന്നുള്ളത്. യഹ്ദഫു ഇലാ തഅലീമി കൈഫിയത്തുൽ ലബ്ത്തുൽ ഹവാമിഷ്. അപ്പോൾ ഇവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇത് പഠിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യമായി കാണുന്നത് അതിൻ്റെ പേജ് മാർജിൻ സെറ്റ് ചെയ്യുക എങ്ങനെയാണ് എന്നുള്ളതാണ്. ഒന്ന്, പേജ് മാർജിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡിലും അതല്ലെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് അതുപോലെ തന്നെ ടോപ്പ് ബോട്ടം ഈ 4 സൈഡുകളിലും പേജിൻ്റെ എൻഡ് മുതൽ ഒരറ്റം മുതൽ നമ്മൾ കണ്ടൻ്റുള്ള ഭാഗം വരെ എത്ര സ്പേസ് ആവശ്യമാണ്, ആ ഒരു മാർജിന് വളരെ ചെറിയ മാർജിൻ മതിയോ അതല്ലെങ്കിൽ കൂടുതൽ മാർജിന് വേണോ എന്ന് നോക്കാനാണ് നമ്മൾ ആ മാർജിൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രൂപം ഉണ്ടാകും. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു പേജിൽ കൂടുതൽ കണ്ടൻറ്റുകൾ കൊള്ളാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളരെ കുറച്ച് കണ്ടൻറ്റുകൾ മതി എന്നുള്ള രൂപത്തിൽ. അപ്പം പല ആവശ്യങ്ങൾക്കും പല രൂപത്തിലായിരിക്കും. ഒരു CV തയ്യാറാക്കുമ്പം ഉള്ള രൂപത്തിലുള്ള മാർജിൻ ആവില്ല നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ. അതുപോലെ ആവില്ല മറ്റെന്തെങ്കിലും ഒരു ഡിസൈനായിട്ട് ഒരു ബ്രോഷർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന് മാർജിൻ വ്യത്യാസം ഉണ്ടാവും. നല്ലൊരു നോട്ടീസ് ഒരു ലെറ്റർ ആകുമ്പം വീണ്ടും അതിൽ മാറ്റണം. ഈ രൂപത്തിൽ അതിൻ്റെ മാർജിനുകൾ നമുക്ക് സെറ്റ് ചെയ്യണം. രണ്ടാമത്തേത് ഇഖ്തിയാർ ഇത്തിജാഹ് സഫ, പേജ് ഓറിയൻറ്റേഷൻ. ആ പേജ് ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പം അത് ലാൻഡ്സ്കേപ്പ് വേണോ അതല്ലെങ്കിൽ പോർട്രേറ്റ് വേണോ, ഏത് രൂപത്തിലാണോ വേണ്ടത്. പല ഡോക്യുമെൻറ്റും പല രൂപത്തിലായിരിക്കും. അപ്പോൾ അത് സെറ്റ് ചെയ്യാനാണ് ഓറിയൻറ്റേഷൻ. മറ്റൊന്ന് ഹജ്മു സഫ, പേജ് സൈസ്. ഇപ്പോൾ പേജ് സൈസ് എന്ന് പറഞ്ഞാൽ പല സ്റ്റാൻഡേർഡ് സൈസുകളുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് A4, എന്നാൽ A3 ഉണ്ട്, A5 ഉണ്ട്, ലെറ്റർ, ലീഗൽ, എക്സിക്യൂട്ടീവ് ഇങ്ങനെ തുടങ്ങി പല ടൈപ്പുള്ള പല സൈസിലുള്ള പേപ്പറുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേപ്പറുകൾ നമുക്ക് ഏതാണോ വേണ്ടത് അത് സെറ്റ് ചെയ്യാൻ. ഇദ്രാജ് അർക്കാം സഫാദ്, നമ്മൾ ഒരു വലിയ ഡോക്യുമെൻ്റ് ആണെങ്കിൽ അതിലുള്ള എല്ലാ പേജുകൾക്കും നമ്പർ നൽകാൻ. ഒരു ബുക്ക് തയ്യാറാക്കുമ്പം ഒരു 50 പേജാണെങ്കിൽ ആ 50 പേജിൽ നമ്മൾ പേജ് നമ്പർ കാണാറുണ്ട് അല്ലേ. ചെറിയൊരു പ്രോജക്റ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ പേജ് നമ്പേഴ്സ് കാണാറുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ഓരോ കണ്ടൻറ്റുകളെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കായിട്ടാണ് പേജ് നമ്പേഴ്സൊക്കെ യൂസ് ചെയ്യാറ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പേജ് നമ്പർ കൊടുക്കാൻ പറ്റുമെന്നുള്ളത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ പഠിക്കുന്നത്. തൻസീഖ് നുസൂസ് മിൻ ഖിലാലി തബഅദുൽ അസ്സാർ വൽ ഫിക്റാത്ത്, അതുപോലെ തന്നെ അതിലുള്ള ആ പേജിലുള്ള ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാം. അതിൻ്റെ ലൈൻ സ്പേസിങ്ങും പാരഗ്രാഫ് സ്പേസിങ്ങൊക്കെ നൽകിക്കൊണ്ട് ആ ഒരു ടെക്സ്റ്റിനെ ഒന്ന് വളരെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലുള്ള ഓപ്ഷനുകളുണ്ട്. ഇലാഫത്തുൽ അഅമദത്ത്, കോളംസ് ആഡ് ചെയ്യാൻ. നമ്മൾ നൽകുന്ന കണ്ടൻറ്റ് 2, 3, 4 ഒക്കെ കോളംസ് ആയിട്ട്, നമ്മൾ ന്യൂസ് പേപ്പർ കാണുമ്പോൾ ന്യൂസ് പേപ്പറിലെ ന്യൂസ്
ഒരൊറ്റ കോളമായിട്ടല്ല അല്ലെങ്കിൽ ദീർഘമായിട്ടല്ല അതിൽ കാണുക. അതിൽ 2-3 കോളം ഒക്കെ ആയിട്ടായിരിക്കും ഓരോ ലേഖനങ്ങളും ഓരോ ന്യൂസൊക്കെ കാണാറുള്ളത്. അപ്പോൾ അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ അല്ലേ, ഒരു ന്യൂസ് ലെറ്ററോ അല്ലെങ്കിൽ ഒരു മാഗസിനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് വേർഡിൽ തയ്യാറാക്കാം. അപ്പോൾ അതിന് ഈ രൂപത്തിലുള്ള കോളംസൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഒന്നുകൂടി അട്രാക്റ്റീവ് ആവാനുള്ള സാധ്യതകളുണ്ട്. വെൽ ഹദൂദ്, അതുപോലെ തന്നെ പേജ് ബോർഡറുകൾ അല്ലെ, പേജിന് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ബോർഡറുകൾ നൽകാം. നമ്മൾ നേരത്തെ പാരഗ്രാഫിന് ബോർഡർ നൽകുന്നൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ പേജിന് നമുക്ക് ബോർഡർ നൽകാൻ പറ്റും. വസ്തിഫാമിൽ ഫവാസിൽ, അതുപോലെ പേജ് ബ്രേക്ക് കൊടുക്കാം. ഒരു പേജിലെ കണ്ടൻറ്റ് മറ്റൊരു പേജിലേക്ക് ഇറങ്ങി നിൽക്കുമ്പം നെക്സ്റ്റ് നമ്മൾ നൽകുന്ന ഹെഡിങ് അടുത്ത പേജിലേക്ക് പോകാൻ. അപ്പം അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പേജിൽ നമ്മളൊരു കണ്ടൻറ് എഴുതി തുടങ്ങി, രണ്ടാമത്തെ പേജിലേക്ക് വന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ഹെഡ്ലൈൻ കൊടുക്കുമ്പം നമുക്കൊരു പുതിയ പേജിലാണ് വരേണ്ടത്. അങ്ങനെ മൂന്നാമത്തെ പേജിൽ പുതിയ ഹെഡ്ലൈൻ കൊടുത്തു. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ആലോചിച്ചപ്പോഴാണ് ഈ ഒന്നാമത്തെ പേജിലേക്ക് വീണ്ടും കുറച്ച് കണ്ടന്റ് ആഡ് ചെയ്യണം. അതങ്ങനെ ആഡ് ചെയ്ത് വന്നപ്പം അത് രണ്ടാമത്തെ പേജും കഴിഞ്ഞ് മൂന്നാമത്തെ പേജിലേക്ക് വരുമ്പം നേരത്തെ മൂന്നാമത്തെ പേജിൽ കൊടുത്തിരുന്ന ഹെഡിങ് ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോകാൻ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പേജ് ബ്രേക്കുകൾ. والخطوات التالية تساعد على تقديم مستندات مرتبة وجذابة تلبي المعايير المطلوبة. അപ്പോൾ നമുക്ക് ആവശ്യമായ സ്റ്റാൻഡേർഡ് നൽകിക്കൊണ്ട് അതിനെ അട്രാക്റ്റീവും അതുപോലെ തന്നെ ഒരു തർത്തീബോട് കൂടിയുള്ള ഡോക്യുമെൻ്റ് ആക്കി മാറ്റാൻ താഴെയുള്ള സ്റ്റെപ്പുകൾ നമ്മളെ സഹായിക്കും. മിമാ യുഅസ്സിസു മിൻ ജാദിബിയത്തിൽ അമൽ വ മുസാദഖത്തി, അത് ആ ഒരു വർക്കിൻ്റെ അട്രാക്റ്റീവ്നെസ്സും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സത്യസന്ധതയും അതിൻ്റെ ഒരു ആധികാരികതയും ഒക്കെ ഉറപ്പുവരുന്നതായിരിക്കും, ശക്തിപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ താഴെ നമ്മൾ ഇനി ഇതിലുള്ള നേരത്തെ പറഞ്ഞ് ഈ പേജ് ലേഔട്ടിലുള്ള ഓരോ ഓപ്ഷനുകളും ഓരോ സ്റ്റെപ്പുകളും നമ്മൾ പഠിക്കാം. ഒന്ന്, ലബത്തുൽ ഹവാമിഷ്, മാർജിൻ സെറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഒരു പേജിൽ മാർജിൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലുള്ള സ്റ്റെപ്സ് താഴെ കൊടുക്കുന്നുണ്ട്. തഖ്തീത്ത്, ലേ ഔട്ട് ടാബിലാണ് നമ്മളുള്ളത്. അപ്പോൾ ലേ ഔട്ട് ടാബിലാണ് ഈ മാർജിൻ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. എന്നിട്ട് ഇൽഗത്ത് അലൽ ഹവാമിഷ്, ഈ ഒരു ലേ ഔട്ട് ടാബ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ മാർജിൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇഖ്തർ ഖിയാറിൻ ഇഫ്തിറാദിയ, അപ്പോൾ അതിൽ നമുക്കുള്ള ഡിഫോൾട്ടായിട്ട് അതിൽ ഓൾറെഡി വന്നിട്ടുള്ള കുറേ ഓപ്ഷനുകളുണ്ട്. ആ ഓപ്ഷനുകളിൽ ഏതെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ നോക്കുമ്പം അതിൽ ലൊയ്യീഖ, നാരോ മാർജിൻ ഉണ്ട്, മുതവസിത്ത മോഡറേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഔലഗത്ത് അല ഹവാമിഷ് മുഖസ്സ. ഇനി അതിലുള്ള ഡിഫോൾട്ടായിട്ട് നൽകിയിട്ടുള്ള ഒന്നും നമുക്ക് പറ്റൂല എങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് മാർജിൻ കൊണ്ട് ഏറ്റവും താഴെ കസ്റ്റം മാർജിൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ ധാരാളം എത്ര സെൻറ്റിമീറ്റർ നമുക്കങ്ങനെ സെറ്റ് ചെയ്താണ് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു കസ്റ്റം മാർജിൻസ് നൽകുന്നത് ലിത്തഹദീദി അബാദൻ യദവിയ, നമുക്ക് മാനുവലായിട്ട് അതിൻ്റെ ഒരു സ്പേസിങ് നമുക്ക് നിർണ്ണയിക്കാനാണ്. രണ്ടാമത്തേത് തഹദീദ് ഇത്തിജാഹു സഫ, പേജ് ഓറിയൻറ്റേഷന് സെലക്ട് ചെയ്യുക അല്ലെ, പേജ് ഓറിയൻറ്റേഷന് ക്ലിപ്തപ്പെടുത്തുക, നിർണ്ണയിക്കാം. അപ്പോൾ പേജ് ഓറിയൻറ്റേഷന് നമുക്ക് ഇതേ ടാബിൽ ഇപ്പോൾ ഇദ്ഹബ് ഇല അലാമത്ത് വീവ് തഖ്തീത്ത് ലേ ഔട്ട് ടാബിലാണ് അതും അവൈലബിൾ ആയിട്ടുള്ളത്. ഇൽഗത്ത് അല ഇത്തിജാഹ്, ആ ലേ ഔട്ട് ടാബിലെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്താൽ ഇഖ്തർ ഉമൂദി ഔ ഉഫ്ഖി, രണ്ട് ഓറിയൻറ്റേഷനാണല്ലോ ഉള്ളത് അല്ലേ, പോർട്രേറ്റ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ്. അത് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. ഇനി മൂന്നാമത്തേത് ഇഖ്തിയാർ ഹജ്മു സഫ, പേജ് സൈസ് സെലക്ട് ചെയ്യാം. അപ്പോൾ പേജിൻ്റെ ഏത് സൈസ് നമുക്ക് ഏത് വേണമെന്നുള്ള സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ അലാ തബ്വീബ് തഖ്തീത്ത് ലേ ഔട്ട് ടാബിൽ ബലഗത്ത് അലൽ ഹജ്മ് അല്ലെ, ഹജ്മ് എന്ന് പറയുന്ന സൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ധാരാളം ഓപ്ഷൻ, ഡിഫോൾട്ടായിട്ട് തന്നെയുള്ള ധാരാളം ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിലൊന്ന് ഇഖ്തർ ഹജ്മു സഫ, നമുക്ക് ആവശ്യമായിട്ടുള്ള പേജ് സൈസ് നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ. മിസ്ല അവിടെ A4 കാണാം, ലെറ്റർ, ലീഗൽ, എക്സിക്യൂട്ടീവ്, A5, B5 എന്നൊക്കെ പറഞ്ഞ് ധാരാളം ഓപ്ഷൻസ് കാണാൻ പറ്റും. അത് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഔ ഖും ബി തഹദീദ് ഹജമിന് മുഖസ്സസ്, ഇനി ഇതൊന്നും അല്ലാത്ത മറ്റൊരു കസ്റ്റമായിട്ടുള്ള ഒരു സൈസാണ് നമുക്ക് വേണ്ടതെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ ഒരു ചെറിയ ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സൈസാണ് നമുക്ക് വേണ്ടത് എങ്കിൽ ഏറ്റവും താഴെ നമുക്ക് കാണാൻ പറ്റും അവിടെ കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മോർ പേപ്പർ സൈസസ് എന്ന് പറഞ്ഞ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും കൊടുത്തിട്ട് നമുക്ക്
ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു പേജ് സൈസ് അതിൽ കൊടുക്കുകയും ചെയ്യാം. നാലാമത്തത് ലബത്ത് തബാദുൽ അസ്ർ, ലൈൻ സ്പേസിങ് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ലൈൻ സ്പേസിങ് ചെയ്യാനുള്ളത് ഹദ് അന്നസിൽ മത്ലൂബ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാം, അത് നിർണ്ണയിക്കുക. ഏത് ടെക്സ്റ്റിനാണ് നമുക്ക് സ്പേസ് കൊടുക്കേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഇൻതഖൽ അലാമത്ത് വീബ് സഫത്ത് റൈസിയ, എന്നിട്ട് ഹോം ടാബിലേക്ക് പോകുക. ഹോം ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇലകത്ത് അല ഐക്കോൺ തബാദുൽ അസ്ർ അൽ ഫിഖറത്ത്, ലൈൻ ആൻഡ് പാരഗ്രാഫ് സ്പേസിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇവിടെ നമുക്ക് ലൈൻ ആൻഡ് പാരഗ്രാഫ് സ്പേസിംഗ് എന്ന് പറയുന്നൊരു മെനു കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇഖ്തറ തബാദുൽ മുനാസിബ്, നമുക്ക് അനുയോജ്യമായിട്ടുള്ള സ്പേസിംഗ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ 1.0, 1.15, 1.5 പറഞ്ഞിട്ട് ഡിഫോൾട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ലാത്ത മറ്റൊരു കൗണ്ടാണ് കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് ലൈൻ സ്പേസിംഗ് ഓപ്ഷനിൽ പോയാൽ അവിടെ കൂടുതൽ കാണാൻ പറ്റും. ഓക്കെ. ഇനി അഞ്ചാമത്തത് ഇലാഫത്ത് റുഊസ് വതദീലാത്ത്, ഹെഡേഴ്സും ഫൂട്ടേഴ്സും ആഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ നൽകിയിട്ടുള്ള നമ്മുടെ ഡോക്യുമെൻറ്റിന് നമുക്ക് ഒരു ഹെഡറും ഫൂട്ടറും, അല്ലെ എത്ര പേജുകൾ ഉണ്ടെങ്കിലും ഒരു പേജിന് നമുക്കൊരു ഹെഡർ കൊടുത്താൽ അത് അടുത്ത പേജുകളിലൊക്കെ നമുക്ക് വരും, അല്ലെ ഹെഡറും ഫൂട്ടറൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഹെഡറും ഫൂട്ടറും കൊടുക്കുന്നതാണ്. അതിന് ഇദ്ഹബില അലാമത്ത് തബീബ് ഇദ്രാജ്, നമ്മുടെ ഇൻസേർട്ട് ടൂളിൽ പോയി കഴിഞ്ഞാൽ, ഇൻസേർട്ട് മെനുവിൽ പോയി കഴിഞ്ഞാൽ വഖ്തർ മിൻ ഖസ്മി റഅസ് ഔ തദിയൽ, അവിടെ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഒരു മെനു നമുക്ക് കാണാൻ പറ്റും. ഔ ഇൻഖർ നഖ്റൻ മുസ്സവിജൻ, അതല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം അല ആല സഫത്ത്, നമ്മുടെ പേജിൻ്റെ ഈ വർക്ക് സ്പേസിൽ എന്ന് പറയുന്നത് നമ്മുടെ സെലക്ട് ചെയ്ത പേജിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അവിടെ ഈ ഹെഡറും ഫൂട്ടറും നമുക്ക് അവൈലബിൾ ആയി കിട്ടും. എന്നിട്ട് അതിലേക്ക് നമുക്ക് അദ്ഖൽ അന്നസ് ഔ അർഖാം സഫാത്ത് ഔ സൂറൽ മത്ലൂബ്, അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകൾ, അതല്ലെങ്കിൽ അർഖാം സഫാത്ത് പേജ് നമ്പർ ആണെങ്കിൽ പേജ് നമ്പർ, ഔ അസുവറൽ മത്ലൂബ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള പിക്ചേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതവിടെ കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇസ്തഖ്ദിം അദവാത്ത് റഅസ് വതദീൽ സഫ ലിതൻസിക്ക, എന്നിട്ട് വേണമെങ്കിൽ അത് ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഏറ്റവും ടോപ്പിൽ കാണുന്ന നമ്മുടെ ഹോം ടാബിൽ കാണുന്ന ഈ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ധാരാളം ഓപ്ഷനുകൾ അവിടെ കാണാൻ പറ്റും. അതുപയോഗിച്ച് അതിനെ ഫോർമാറ്റ് ചെയ്യാവുന്നതുമാണ്. ആറാമത്തേത് ഇദ്രാജ് അർഖാമു സഫഹാത്ത്, പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഈ ഒരു ഹെഡറിലേക്ക് അല്ലെങ്കിൽ ഫൂട്ടറിലേക്ക് പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ള ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് വേണ്ടത് ഇദ്ഹബ് ഇല അലാമത്ത് വീബ് ഇദ്രാജ്, ഈ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള മെനു ആണ് ഇൻസേർട്ട് മെനു. ആ ഇൻസേർട്ട് മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇലവത്തല റഖമു സഫ, അല്ലേ, പേജ് നമ്പർ എന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഹെഡറിൻ്റെയും ഫൂട്ടറിൻ്റെയും ആ ഒരു ഗ്രൂപ്പിൽ ഹെഡറും ഫൂട്ടറും കഴിഞ്ഞ് നമുക്കവിടെ പേജ് നമ്പർ എന്ന് കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. എഖ്തർ മക്കാനു റഖമ്, എവിടെയാണോ നമുക്ക് റഖമ് നമ്പേഴ്സ് നൽകേണ്ട സ്ഥലം അത് സെലക്ട് ചെയ്യുക. ടോപ്പാണോ അതല്ലെങ്കിൽ ബോട്ടമാണോ, ഹെഡറിലാണോ ഫൂട്ടറിലാണോ വേണ്ടത്, അഹല സഫ ഔ അസ്വൽ സഫ ഔ ഹവാമിഷു സഫ, പേജ് മാർജിനിലാണോ, അൽ മവാലിയുൽ ഹലെ, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തുള്ള സ്ഥലത്താണ്, അല്ലെ കറണ്ട് പൊസിഷൻ അവിടെയാണോ ഇത് വേണ്ടത്, എവിടെയാണോ നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് അവിടെ പേജ് നമ്പറും അതല്ലെങ്കിൽ ആ പേജ് നമ്പർ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി തത്ബീഖു അൻമാത്ത് നുസൂസ്, ഇനി അപ്ലൈ സ്റ്റൈൽസ്, വ്യത്യസ്തമായ സ്റ്റൈലുകൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ്, ആ ഡോക്യുമെൻറ്റിലേക്ക് നമുക്ക് പിന്നീട് അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ടേബിൾ ഓഫ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും, അതല്ലെങ്കിൽ അതിനെ ഹെഡ്ലൈനും അതിൻ്റെ സബ് ഹെഡിങ്ങുകളും കണ്ടൻറ്റും ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും അതിനൊരു അട്രാക്റ്റീവായ രൂപത്തിൽ പ്രൊഫഷണൽ രൂപത്തിൽ സെറ്റ് ചെയ്യാനുമാണ് നമുക്ക് ഈ പറയുന്ന സ്റ്റൈൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ നൽകാമെന്ന് നോക്കാം. ഇസ്തഖ്ദിം അലാമത്ത് വീബ് അസ്സഫത്ത് റഈസിയ ലിതത്ബീഖ് അൻമാത്തുൻ ജാഹിസ, അപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റൈലുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹോം ടാബിലാണ് അതുള്ളത്.
അവിടെ ഹോം ടാബിൽ നമുക്ക് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും. ആ സ്റ്റൈൽസ് ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ സ്റ്റൈൽസിൽ പോയാൽ വ്യത്യസ്ത സ്റ്റൈലുകൾ അവിടെ അവൈലബിൾ ആണ്. ലിതഅദീൽ അന്നംത്. ഇനി അതിൽ നമ്മളൊരു സ്റ്റൈൽ സെലക്ട് ചെയ്ത് അത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇൽഗത് ബിസുറുൽ ഫാറത്തിൽ ഐമൻ അലന്നംത്. ആ സ്റ്റൈൽ വെച്ചിട്ട് നമ്മൾ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കതിൽ നിന്ന് വഖ്തർ തഅദീൽ മോഡിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. ആ മോഡിഫൈ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കവിടെ ആവശ്യമായ രൂപത്തിലുള്ള മാറ്റങ്ങൾ അതിൽ നമുക്ക് ഫോണ്ട് ഏത് ഫോണ്ടാണോ ആ ഫോണ്ട് മാറ്റാം, സൈസ് മാറ്റാം, അതിൻ്റെ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, അങ്ങനെ ഒരു ടെക്സ്റ്റിന് എന്തെല്ലാം ഫോർമാറ്റിംഗ് നടത്താൻ പറ്റുമോ അതൊക്കെ നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എട്ടാമത്തത് തക്സീം നുസൂസിൽ അമദത്ത്. ഇനി നമ്മൾ നൽകിയ ടെക്സ്റ്റുകൾ ഒരു കോളം ആക്കി മാറ്റാൻ നമ്മൾ നൽകിയിട്ടുള്ള ടെക്സ്റ്റുകളെ കോളമാക്കി മാറ്റാൻ. ഇപ്പോൾ നമ്മളൊരു പേജിൽ കംപ്ലീറ്റ് കണ്ടന്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഒരു 3 കോളമായിട്ട് സെറ്റ് ചെയ്യാൻ നമുക്ക് ഓപ്ഷന് വേർഡിൽ അവൈലബിൾ ആണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇദ്ഹബ് ഇല അലാമത്ത് തബ്വീബ് തഖ്തീത്ത്, ലേ ഔട്ട് ടാബിലേക്ക് പോവുക. ലേ ഔട്ട് ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആമിദത്ത് എന്നുള്ളൊരു കോളംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇൽഗത്ത് അലൽ ആമിദ്, ആ ഒരു കോളം നമ്മൾ ക്ലിക്ക് ചെയ്യുക. യഖ്തർ അദദുൽ ആമിദുൽ മത്ലൂബ് ഔ ഖും ബിതഖ്സീസിയ. അപ്പോൾ അവിടെ നമുക്ക് എത്ര ആവശ്യമുള്ളത്, എത്ര കോളമാണ് ആവശ്യമുള്ളത് വെച്ചാൽ ആ കോളം നമ്മളവിടെ സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ ഓട്ടോമാറ്റിക്കലായിട്ട് അവിടെ 1 2 3 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ലെഫ്റ്റിലേക്ക് ആക്കിയിട്ടോ റൈറ്റിലേക്ക് ആക്കിയിട്ടോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഔക്കും ബിതഖ്സീസിയ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറബിയിലാണ് ചെയ്യുന്നതെങ്കിൽ അറബിയിൽ ചെയ്യുമ്പം എപ്പോഴും റൈറ്റ് ടു ലെഫ്റ്റ് ആണ് അതിന് ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഒരു പക്ഷേ ഇതിന് ഇംഗ്ലീഷ് ആയതുകൊണ്ട് മിക്കവാറും വേർഡിൽ ഇംഗ്ലീഷിൻ്റെ അലൈൻമെൻറ്റ് ലെഫ്റ്റ് അലൈൻമെൻറ്റാണ് ഡിഫോൾട്ടായിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ആ മോർ കോളംസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇതേപോലെ എത്ര കോളംസ് വേണ്ട സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിന് ഡയറക്ഷനും റൈറ്റ് ടു ലെഫ്റ്റോടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ സെൻറ്ററിൽ ലൈന് വേണമെങ്കിൽ ലൈന് കൊടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ വിഡ്ത്തും സ്പേസിംഗ് ഒക്കെ നമുക്ക് എല്ലാത്തിനും സെയിം ആണെങ്കിൽ ഈക്വലായി മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള വിഡ്ത്തും സ്പേസിങ്ങും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനൊക്കെ ഓപ്ഷൻ അതിൽ അവൈലബിൾ ആണ്. ഇനി 9ാമത്തത് ഇദ്റാജ് ഫവാസിൽ സഫാത്ത് അവിൽ അക്സാം. അത് ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ബ്രേക്സ് കൊടുക്കാനാണ്. പേജ് ബ്രേക്കോ അതല്ലെങ്കിൽ നമ്മുടെ കോളം ബ്രേക്ക് നമുക്ക് നൽകാവുന്നതാണ്. അപ്പോൾ അതിന് ലോ അൽ മുവസ്സർ ഫിൽ മക്കാൻ അൽ മത്ലൂബ്, നമുക്ക് ഏത് ഭാഗമാണോ നമുക്ക് എവിടെയാണോ ബ്രേക്ക് കൊടുക്കേണ്ടത് വെച്ചാൽ അവിടെ മൗസ് പോയിന്റർ വെക്കുക. അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, അവിടെ നമ്മുടെ കേഴ്സർ വെക്കുക. എന്നിട്ട് ഇദ്ഹബ് ഇല അലാമത്ത് തബ്വീബ് തഖ്തീത്ത്, എന്നിട്ട് ലേ ഔട്ട് മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ ലേ ഔട്ടിൽ നമുക്ക് കാണാൻ പറ്റും അൽ ഫവാസിൽ, ബ്രേക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ഇൽഗത്ത് അൽ ഫവാസിൽ, ആ ബ്രേക്സിൽ ക്ലിക്ക് ചെയ്യുക. വഖ്തർ നൗ അൽ ഫാസിൽ, ഏത് തരത്തിലുള്ള ബ്രേക്കാണ് നമുക്ക് നൽകേണ്ടത്. അവിടെ പേജ് ഉണ്ട്, കോളം ഉണ്ട്, ടെക്സ്റ്റ് റാപ്പിംഗ് ഉണ്ട്. ഇതിൽ ഏതാണോ നമുക്ക് വേണ്ടത് വെച്ചാൽ നമുക്കവിടെ ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ അതിൽ മിസ്ല സഫദ് താലിയ, നെക്സ്റ്റ് പേജ് ഉണ്ട്, അതല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്, സഫദ് മുസ്തവിജ, അത് മിക്സ്ഡ് ആയിട്ട് കൊടുക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഏറ്റവും അവസാനത്തേത് 10ാമത്തേത് ഇസ്തിഖ്ദാമു മജ്മുഅത്ത് ഖൽഫിയത്ത് സഫ, പേജ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഗ്രൂപ്പ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കതിൽ ഒന്നുകൂടിയും അട്രാക്റ്റീവ് ആക്കാൻ ഏറ്റവും അവസാനം ഈ ഒരു ഇതിൽ ചെയ്യാനുള്ളത്. ഇതൊക്കെ ബേസിക് ടൂളുകളാണ്. അതിൽ ഈ ഒരു വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഈ ടൂളുകൾ ഉപയോഗിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡോക്യുമെൻ്റ് അത്രയും അട്രാക്റ്റീവ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. يمكن استخدام مجموعة خلفية الصفحة لتخصيص مظهر المستند بطريقة جمالية. നമ്മുടെ ഡോക്യുമെൻറ്റിനെ വളരെ മനോഹരമായ രൂപത്തിലേക്ക് അതിനെ മാറ്റാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഒരു മജ്മുഅത്ത് ഖൽഫിയത്ത് സഫ, പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പ്. അപ്പോൾ ലിൽ വസൂൽ ഇലാ ഹാദിൽ അദവാത്ത്, അതിലെ ടൂളുകളിലേക്ക് നമുക്ക് എത്താൻ ഇൻതഖിൽ ഇലാ അലാമത്ത് തബ്വീബ് തസ്മീം, ഡിസൈനിങ്ങിലാണ്, ഡിസൈൻ എന്ന് പറയുന്ന ടാബിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. ഡിസൈനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അല്ലെ ശരീഅത്ത് ഫി വേർഡിലെ റിബണിൽ അതല്ലെങ്കിൽ മെനു ബാറിൽ പോയി കഴിഞ്ഞാൽ അതിലെ
ഡിസൈൻ ടാബ് ക്ലിക്ക് ചെയ്താൽ അതിൽ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. മിൻ ഖയാലി ഹാദിൽ ഖിയാറാത്ത്, അതിലെ ഓപ്ഷനുകളിൽ യംകിൻ തഹ്സീൻ മളഹർ അൽ മുസ്തനദാത്ത് റസ്മിയ വ ശഖ്സിയ വിഫ്തൻ ലിൽ ഇഹ്തിയാജാത്ത്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പേഴ്സണൽ ഡോക്യുമെൻറ്റുകൾ അതല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റുകളൊക്കെ അതിൻ്റെ ഭംഗി കൂട്ടാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഇതൊക്കെ. തുവഫിർ ഹാദിൽ മജ്മൂഅ അദവാത്തുൻ മുതഅദ്ദിദ, ധാരാളം ടൂൾസ് ഇത് അവൈലബിൾ ആക്കി തരുന്നുണ്ട്. മിസ്ല അലാമത്തുൻ മാഇയ, നമുക്ക് വാട്ടർമാർക്ക് അല്ലേ, വാട്ടർമാർക്ക് നമുക്ക് അറിയാമായിരിക്കും, വാട്ടർമാർക്ക് കൊടുക്കാൻ പറ്റും ഒന്ന്. രണ്ടാമത്തത് ലൗനു സഫ, പേജ് കളർ കൊടുക്കാൻ പറ്റും. ഹുദൂദു സഫ, പേജ് ബോർഡർ നൽകാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ അലാമത്തുൻ മാഇയ വാട്ടർമാർക്ക് തുസ്തഖദമുൽ ഇലാഫത്തി നുസൂസിൻ ഔ സുവരിൻ ഷഫാഫ, ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ, അതല്ലെങ്കിൽ ഒരു പിക്ചർ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയ രൂപത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യാൻ വേണ്ടി, ബാക്ക്ഗ്രൗണ്ട് ആയിക്കൊണ്ട് ടെക്സ്റ്റോ അതല്ലെങ്കിൽ ഒരു പിക്ചറോ നമുക്ക് ആഡ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ അലാമത്തുൻ മാഇയ. നമ്മുടെ ലോഗോസ് അല്ലേ, പല കമ്പനികൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ അവരുടെ ഡോക്യുമെൻ്റ് പുറത്തു വിടുമ്പോൾ നമുക്കതിൽ അവിടെ ലോഗോ കാണാൻ പറ്റും. ഒരു ഒഫീഷ്യൽ ലെറ്റർ ഹെഡിലാണെങ്കിൽ ആ ലെറ്റർ ഹെഡിൻ്റെ എല്ലാവരുടെ ഒഫീഷ്യൽ ലോഗോ അല്ലെങ്കിൽ സിമ്പലുകൾ, മറ്റെന്തെങ്കിലും അവരുടെ പേരുകൾ, അതല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ എന്താണ് സീക്രസി, ആ രൂപത്തിലൊക്കെ നമ്മൾ പലതും ടെക്സ്റ്റായിട്ടോ അല്ലെങ്കിൽ ഇമേജ് ആയിട്ടൊക്കെ നമുക്ക് അവിടെ വാട്ടർമാർക്ക് കൊടുക്കണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപമാണ് ഈ പറയുന്നത്. മിസ്ല സിരി അവിടെ പറയുന്നുണ്ടല്ലേ, കോൺഫിഡൻഷ്യൽ ഔ മുസ്വദ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് എന്നൊക്കെ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ കണ്ടൻറ്റിൻ്റെ അതേ രൂപത്തിലല്ല അവിടെ കാണാൻ, ജസ്റ്റ് ഒരു മങ്ങി അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയ രൂപത്തിൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ അതിലുള്ളത് ലൗനു സഫ, പേജ് കളർ. തസ്തദമുൽ തഗയീർ ലൗനു ഖൽഫിയത്ത് സഫ, ബേസിക്കലി നമ്മുടെയൊക്കെ ഡോക്യുമെൻറ്റുകൾ വൈറ്റ് കളറായിരിക്കും. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് മറ്റേതെങ്കിലും കളർ കൊടുക്കണമെങ്കിൽ അതിന് നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഹുദൂദ് സഫ, പേജ് ബോർഡറുകളാണ്. തതീഹു ഇലാഫത്ത് ഹുദൂദിൻ ഇൽ മുസ്തനദ്, ഡോക്യുമെൻറ്റിലേക്ക് ഒരു ബോർഡർ ആഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഒരു ഇത്. സവാൻ ഖാൻ ഖുതൂത്തൻ ബസീത ഔ അൻമാതൻ മുസ്ഖരിഫ ഔ റുസൂമാത്തൻ മുഖസ്സസ, അപ്പം ഒരു വ്യത്യസ്ത രൂപത്തിലുള്ള ആർട്ടുകൾ, അതല്ലെങ്കിൽ എന്താണ് സിമ്പിളായിട്ടുള്ള ലൈൻസ് അവിടെ കൊടുക്കാം, അതല്ലെങ്കിൽ നല്ല സ്റ്റൈലായിട്ടുള്ള വ്യത്യസ്ത ആർട്ടുകൾ അവിടെ കൊടുക്കാം, അതല്ലെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് എന്തും അവിടെ യൂസ് ചെയ്യാൻ പറ്റും, കസ്റ്റമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 10 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡോക്യുമെൻറ്റിന്, അത് ഒരു പ്രൊഫഷണൽ ആണെങ്കിലും ശരി, ഒരു അക്കാദമിക് ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ളതാണെങ്കിലും ശരി, പേഴ്സണൽ ആയിട്ടുള്ളതാണെങ്കിലും ശരി, നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു ഡോക്യുമെൻ്റ് ആക്കി മാറ്റാൻ, ഒരു പ്രൊഫഷണൽ ടച്ചിലുള്ള ഡോക്യുമെൻ്റ് ആക്കി മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള, ഈ പേജ് ഫോർമാറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ള 10 കാര്യങ്ങൾ.